Guys, welcome back to a ഞായറാഴ്ച vlog. Guys, welcome back to a Sunday vlog. Guys, welcome back to a Sunday vlog. Guys, വെൽക്കം ബാക്ക് ടു എ ഞായറാഴ്ച വ്ലോഗ്. മച്ചാമാരെ, നിങ്ങൾ സാധാരണയായിട്ട് കണ്ടുവന്ന ഡേ ഇൻ മൈ ലൈഫ് പ്രഹസനങ്ങൾ ഞാൻ ഈ വീഡിയോ ഒന്ന് നിരോധിച്ചിരിക്കണം. ഗൈസ് ലെറ്റ്സ് അൺബോക്സ്. മച്ചാമാരെ, ഈ കൊറിയർ ഞാൻ ബുക്ക് ചെയ്തല്ല കേട്ടോ. ഇത് ഞാൻ ഓഫീസിൽ പറഞ്ഞ് എനിക്ക് വേണ്ടി ബുക്ക് ചെയ്യിപ്പിച്ച സാധനമാണ്. അതെന്തിനാണെന്നുള്ള ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ആദ്യം നമുക്കിത് അൺബോക്സ് ചെയ്യാം. എനിക്ക് ഈ സാധനം പെട്ടിയൊക്കെ പീഡിപ്പിച്ച് തുറക്കുന്നത് ഇഷ്ടം, അല്ലാണ്ട് മയത്തിന് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ബുക്ക് ചെയ്തേക്കണം. നമ്മൾ ആദ്യം തന്നെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ വയർലെസ് ഹെഡ്ഫോണാണ്. ആദ്യം തന്നെ ഉള്ളത് നമുക്ക് ചാർജിങ് കേബിൾ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം എല്ലാത്തിൻ്റെയും ചാർജിങ് കേബിൾ ചെയ്യണം. ആസ് യൂഷ്വൽ ഇതിനകത്തുള്ളത് മറ്റേ 200 രൂപേൻ്റെ ബുക്ക്. നമുക്ക് ആവശ്യമുള്ള ഈ സാധനമാണ്. പൊട്ടിക്കട്ടെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ലോജിടെക്കിൻ്റെ വയർലെസ് മൈക്രോഫോൺ വിത്ത് ഹെഡ്ഫോൺ. ഇതാണ് നമ്മുടെ സാധനം. ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓഫീസ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ സാധനമാണ് വേണ്ടത്. ഇതിന് ഒരു ഏതാണ്ട് 70 യൂറോ ഉണ്ട് കേട്ടോ. 98 യൂറോൻ്റെ സാധനം വരുന്നത് 30 യൂറോ കൊണ്ട് ഓഫറിൽ 70 യൂറോന് എനിക്ക് സാധനം കിട്ടി. നമ്മുടെ കയ്യിൽ ഓൾറെഡി സോണിയുടെ സാധനം ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ പേഴ്സണൽ യൂസിന് മേടിച്ച സാധനമാണ്. നമ്മളിത് ഓഫീസ് യൂസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ മീറ്റിംഗ് ഉണ്ട്. എല്ലാ പ്രാവശ്യം ഇതുപോലെ ചാർജ് ചെയ്ത് നമ്മളിങ്ങനെ എനിക്കത് താല്പര്യമില്ല. അതിൻ്റെ പേരിൽ ഞാൻ പുതിയ സാധനം മേടിപ്പിച്ചു. ഇനി നമ്മൾ അടുത്തതായി അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വെബ് ക്യാമാണ്. ഇത് വയേർഡ് വെബ് ക്യാമാണ്. ഇതും ലോജിടെക്കിൻ്റെ തന്നെയാണ്. ഇത് മറ്റേ ഫുൾ HD 1080p വെബ് ക്യാമാണ് കേട്ടോ. ഇത് കണ്ട നമ്മുടെ വർക്കിംഗ് ടേബിളാണ് ഈ കാണാം. ഇത് മറ്റേ വയറുകളാൽ ചുറ്റപ്പെട്ട് നാശകൂശമായിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് സെറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം. അതിന്റെ പേരിലാണ് ഞാൻ വയർലെസ് മൈക്ക് മേടിച്ചത്. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ 3 ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓൺ ദ വേ ആണ്. ഈ പണ്ടാറുണ്ടല്ലോ, ഈ സാധനം ഞാൻ ഇത് ഇവിടെ ഒട്ടിച്ചു വെച്ചിരുന്ന വെച്ചാൽ അത് അവിടെ നിന്ന് അതുണ്ട് എൻ്റെ കൈ മുട്ടി പിടിച്ചത്. ഇത്ര വലിയ സാധനത്തിന് അത് ഒട്ടിച്ചത് അത് അവിടെ നിന്ന് പറഞ്ഞു വന്നത് ഇവിടെ കൊണ്ട് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെ മൊത്തം നമുക്ക് സെറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ വരുംകാലത്തെ ലക്ഷ്യം. നമ്മുടെ കാർ അങ്ങനെ വെച്ചാൽ മറ്റേ പൊളിയല്ലേ, ഒരു കുഞ്ഞൻ കാറും കൂടി ഉണ്ട്. ഇത് മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ കാറാണ്. ഇത് മറ്റേ ട്രക്കിങ്ങിനുള്ള കാറും. ഈ രണ്ട് കാറാണ് നമ്മൾ ജർമ്മനിയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് മേടിച്ച കാർ. നമ്മുടെ അടുത്ത സാധനം എടുക്കേണ്ട ലൈസൻസ് കൈ കിട്ടിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കാര്യം. ഇനി നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ട്. രാവിലെ എണീറ്റിട്ട് ഒരു വക കഴിച്ചിട്ടില്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട, ബ്രെഡ്, അവക്ക. പിന്നെ ഉച്ചക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ താറാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി മിൻസ്ഡ് മീറ്റ് മേടിച്ചിട്ട് 100 ഗ്രാം വെച്ച് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. മച്ചാമാരെ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് താറാവ് കെട്ടിയ ഈ സാധനം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റാനില്ല. കാരണം ഇവിടെയൊക്കെ വെള്ളം വീഴും. അത് ഞാൻ തന്നെ തുറക്കേണ്ടി വരും. അപ്പൊ അതെനിക്ക് ഇഷ്ടമല്ല. ഇവന്റെ ജിംനാസ്റ്റിക് ബോഡി അത് കണ്ടോ. ഇതാണ് താറാവ് അപ്പിയിട്ടാവുണ്ടാവും. ഇത് അപ്പിയിട്ടല്ലേട്ടാ. ഇത് മറ്റേ ലിവറും ഈ കണസാകുണ ആളെല്ലാം കൂടെ പൊതിഞ്ഞവന്മാർ കിറ്റിലേക്ക് അതിൻ്റെ അടിയിൽ വെച്ചാൽ പണ്ടാറ് പോലെ കള്ളക്കെടുത്തത്. നല്ല മണമുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ്. താറാവിനെ വെട്ടാൻ നമുക്ക് വേണ്ടത് നല്ല കിട്ടിലും കത്തിയാണ്. ഇതേ മറ്റേ നവീൻ ചേട്ടന്റെ കത്തി കണ്ടിട്ട് മേടിച്ച സാധനമാണ്. ആമസോണിൽ നിന്ന് മേടിച്ചാണ്. 30 യൂറോ കിട്ടില്ല സാധനമാണ്. ഞാൻ ഈ താറാവിനെ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബ്രേക്ക് വേണം. അപ്പൊ ഞാനിത് എവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ പോയി ഒന്ന് കണ്ടിട്ടു. ആദ്യത്തെ നമ്മുടെ പരിപാടി പച്ചമുളക് മേടിക്കലാണ്. എൻ്റെ കുറച്ച് പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ടാവും. അതെ ഗൈസ്, ഇവിടെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. നമുക്ക് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചമുളക്, വേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഇന്ത്യൻ സ്റ്റോറിൽ മാത്രം അവൈലബിൾ ഉള്ളൂ. ഇവിടെ ഉള്ളതെല്ലാം ചെറിയ ചെറിയ സ്റ്റോറുകളായിരിക്കും. പക്ഷെ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത പരിപാടി വീട്ടിലെ ചെടികളൊക്കെ നശിച്ചിരിക്കുന്നതാണ്. അപ്പൊ മണ്ണ് മേടിക്കണം, പിന്നെ താറാവിന് മേടിക്കണം, പിന്നെ സവാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. മണ്ണ് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പൊ നമുക്ക് ബൗ ഹൗസ് എന്നുള്ള കടയുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നേരെ ഇപ്പൊ നമ്മൾ പോണത് ബൗ ഹൗസിലേക്കാണ്. ബൗ ഹൗസിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്ന സാധനങ്ങളുണ്ടാവും, ലൈറ്റുകൾ. ബൗ ഹൗസ് എന്ന് വെച്ചാലേ ഇവിടെ മറ്റേ നമ്മൾ ഈ വീട്ടുപണിക്കൊക്കെ വേണ്ട സാധനങ്ങളില്ലേ, അതായത് പെയിന്റ്, ചുറ്റിക, അങ്ങനെ വേണ്ട സകലമായ സാധനങ്ങളും ഇവിടെ കിട്ടും. കണ്ട ഇവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് മണ്ണുകളുണ്ട്. ഇതിപ്പോ മറ്റേ മല്ലിയിലയുടെ ചെടിയില്ലേ, അതിനൊക്കെ പറ്റിയതാണ്. ഇതാണ് നമുക്ക് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെടികൾ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് മറ്റേ ബ്ലൂമിന് പറ്റിയ മണ്ണാണ്. അതായത് മറ്റേ പൂവൊക്കെ ഉണ്ടാവുന്ന ചെടിയില്ലേ, ഇതുണ്ട്. ഇത് മറ്റേ തക്കാളി, പിന്നെ പച്ചക്കറി അങ്ങനെയുള്ളതിനൊക്കെ പറ്റിയ മണ്ണ്. അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് മണ്ണുണ്ട് ഇവിടെ. ചിലപ്പോൾ എല്ലാത്തിനും വേറെ ഔഷധ ഗുണങ്ങളായിരിക്കും മണ്ണിന്. അതായിരിക്കുള്ള സംഭവം. അതുകൊണ്ടാണ് ഇവർ വേറെ മണ്ണൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചാക്കുന്നത്. ഇവിടെ ഇത്തിരി വില കൂടുതലാണ്. ഇവിടെ ഇതിന് 5.49. നമ്മൾ നേരത്തെ നോക്കിയ റേവേലി 4.40 ഉണ്ടായുള്ളൂ. നമുക്ക് ആദ്യം ഒരെണ്ണം ഇവിടെ നിന്നും ഒരെണ്ണം അവിടെ നിന്ന് കൊടുക്കാം. അപ്പോൾ 2 മണ്ണും കൂടെ മിക്സ് ചെയ്ത് മേടിക്കും. ഗൈസ്, പുറത്തിറങ്ങി എനിക്ക് എന്തായാലും വിശപ്പൊടി. നമ്മളിപ്പോൾ സുഷി കഴിക്കാൻ വേണ്ടി വീക്കെൻഡ് സുഷിയുടെ ദിവസം. കാരണം ആഴ്ചയിലെ ദിവസം ഞാൻ എന്തായാലും സുഷി കഴിക്കാം. ഈ മെനുവിൽ നോക്കി നമ്പർ ചെയ്തിട്ട് അവിടെ കൊണ്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഭാഷ സ്ഥലത്ത് നമ്മൾ സർവേ ചെയ്യേണ്ടത്. ഓക്കെ, മറ്റേ കോമൺ സാധനം സാക്യമാക്കി. ഇത് ഞാൻ ഡെയിലി കഴിക്കാറുള്ളത്. ഈ സൂപ്പർ മാർക്കറ്റിന്റെ പേരാണ് എഡേക്ക. ഇവിടെ നിന്നാണ് നമ്മൾ താറാവ് മേടിക്കാറ്. ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ സാധനവും കിട്ടും. പക്ഷേ പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കുള്ളൂ. ഞാൻ കൂടുതലും ഈ താറാവ്, പോർക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ എഡേക്ക നിന്നാണ് മേടിക്കാറ്. ബാക്കിയുള്ള സവാള, തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലിഡിലിൽ നിന്നും മേടിക്കും.
ഈ താറാവ് 2,100 ഉണ്ട്. ഈ 2,100 കിലോ താറാവിന് ആകെ 10 euro ഉള്ളൂ. 9.42. ഇത് ലാഭം. നമ്മൾ അവിടെ നിന്ന് മേടിച്ച സിമ്മർ പ്ലാൻസിനെ 5 euro കണ്ട് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ 1.5 euro കിട്ടിയ സാധനം. താറാവിന്റെ പോസ്റ്റ്മോർട്ടം ഡൺ. താറാവിനെ ഒടിച്ചു മുറുക്കി കയ്യിലെടുത്തത് മൊത്തം സെറ്റ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി കുക്കിംഗ് ആണ്. ജർമ്മനിയിൽ വന്നേ പിന്നെ കുക്കിംഗ് ഒക്കെ പ്രോ ആണ് നമ്മ. ഈ ഇടക്കുള്ള ഇടവേളകളൊക്കെ ആനന്ദകരമാക്കാൻ നമ്മൾ 2 ആപ്പിള കുത്തിക്കറ്റും. കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി ആദ്യം ഇത് കഴിക്കണം, എന്നിട്ട് നമ്മൾ ഷട്ടിൽ കളിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മിൽ പോകും. ഇത് ചോറ്, 2 താറാവ് ഒറ്റണത്തിൽ കൊണ്ടില്ല ഗൈസ്. അപ്പൊ നമ്മൾ 2 കുക്കറിലാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് ചോറും വെച്ച് കുക്കിംഗ് ഓൾ ഡൺ. താറാവ് കറി, ചോറ്, ബീട്രൂട്ട് ഈ കഴിച്ച് ഇത്ര സാധനം ദഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ കളിക്കാനും പോവും, ജിമ്മിലും പോവും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷട്ടിൽ കളിക്കാനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ പബ്ലിക് കോർട്ടുകളിൽ ഷട്ടിൽ കോർട്ടില്ല. ഫുൾ സെറ്റപ്പാ. എന്താണ് കാണുന്നത്? ജയ്മോൾ സാനിയ മിർസ. ഇത് മറ്റേ ഷട്ടിയുടെ മറ്റേ സാധനം മുകളിലത്തെ ഗൈസ്. ഞാൻ വെളുത്തിരിക്കണ ഈ മരക്കറുത്തിരിക്കണ. ഞാൻ സൺസ്ക്രീൻ ഇടേണ്ടതാണ്. ഇതാണ് നമ്മൾ കളിക്കാൻ പോണ സ്ഥലം. കൂട്ടുകാർ തണുപ്പാണ്ടാ. ഇവിടെ എങ്ങനെ കളിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പലയിടത്ത് ജയ്മോളെ ഞങ്ങളുടെ അടിമക്കണ്ണ് സാളൊക്കെ ചുമക്കുന്ന ജയ്മോളാണ്. ഞാൻ പറഞ്ഞ ഇവിടെ ഷട്ടിൽ കോർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വോളിബോൾ കോർട്ട് ഷട്ടിൽ കോർട്ടാക്കി മാറ്റി. ഈ ഷട്ടിലിന്റെ നെറ്റും എല്ലാം കൂടെ ഡെക്കാത്ലോണിൽ നിന്നാണ് മേടിച്ചത്. ഇങ്ങനെ കളിക്കുമ്പോഴല്ല നമ്മൾ പണ്ട് മറ്റേ പാടത്തും പറമ്പത്തൊക്കെ തട്ടിക്കൂട്ടിയുള്ള ഷട്ടിൽ കോർട്ടും പിന്നെ മടൽ വെട്ടിയുള്ള ബാറ്റും അതൊക്കെ ഉണ്ട് എനിക്ക് ഓർമ്മ വന്നത്. എന്തൊക്കെ പറഞ്ഞാലും നെറ്റൊക്കെ വലിച്ചായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഷട്ടിൽ കളിച്ച് എല്ലാ കളികളും നമ്മൾ ജയിച്ചേസ്. ഇമ്മാനുവൽ അഗിയൊക്കെ തോറ്റി ചൂത്തായി. മച്ചന്മാർ നമ്മൾ ഷട്ടിൽ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി നമ്മുടെ അടുത്ത പരിപാടി ജിമ്മിൽ പോക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ലെഗിന് കളിക്കാന്ന് വിചാരിച്ചു. ജിമ്മിലേക്ക് പോകാനുള്ള ബസ് വന്നു. ഇപ്പൊ ഇവിടെ സമയമായി 6 മണിയായിട്ടുള്ളൂ. ഞാൻ ഇരുട്ട് കാണിച്ചിട്ട് എടുത്താ അതാണ് ഇത്തിരി ലേറ്റ് ആയിട്ട് ഇരുട്ടായി തുടങ്ങിയത്. 6 മണി വരെ ആയി തുടങ്ങിയത്. ഇതിന് മുമ്പ് 4:30-5 മണിക്കൊക്കെ ഇരുട്ടാവും. ജിമ്മിൽ നിന്ന് കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ മുഖ്യം പിക്കില്ലേ 25 ഗ്രാം പ്രോട്ടീൻ. എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. നമുക്ക് പാൽ ഒഴിക്കാൻ പറ്റില്ല. നമ്മൾ വെള്ളം ഒഴിക്കുന്നു. ഇത് മറ്റേ റേവേന്ന് കിട്ടുന്ന പ്ലാന്റ് പ്രോട്ടീൻ ആണ് കേട്ടോ. ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നല്ലതാണ്. നല്ല ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടും. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇനി നമുക്കൊന്നും പോകില്ല. നല്ലോണം ഫുഡ് അടിച്ചിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ചൂസ്.